ഹലോ, ഇന്ന് നമുക്ക് ചാപ്റ്റർ 3 ആണ് ഡിജിറ്റൽ പേയ്മെൻറ്റ്. M4 ഡിജിറ്റൽ പേയ്മെൻറ്റ് എന്ന ചാപ്റ്റർ 3 ആണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, എന്താണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് എന്നറിയാം അല്ലേ? എല്ലാവർക്കും അറിയാം. ഡിജിറ്റൽ പേയ്മെൻറ്റ് പറഞ്ഞാൽ നമ്മളെല്ലാ ട്രാൻസാക്ഷനുകളും ഓൺലൈൻ വഴിയാക്കുക. എല്ലാ ക്യാഷിൻ്റെ ആയാലും ട്രാൻസാക്ഷനൊക്കെ ഉള്ള ഇതൊക്കെ എന്താ ചെയ്യുക, ഓൺലൈൻ വഴി നടത്തുന്നതിനെയാണ് നമ്മൾ പറയാം ഡിജിറ്റൽ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ ഡിജിറ്റൽ ഇന്ത്യ കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിജിറ്റൽ ഇന്ത്യ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഇന്ത്യ ഇസ് എ മേജർ ഇനിഷ്യേറ്റീവ് ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓൺ 1st July 2015. അതായത് ഈ ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള കോൺസെപ്റ്റ് ലോഞ്ച് ചെയ്തത് തന്നെ 2015 ജൂലൈ 1 ഇതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇന്ത്യ ഉണ്ടാകുന്നതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുകയാണെന്നാൽ ടു ട്രാൻസ്ഫോം ഇന്ത്യ ഇൻടു ഡിജിറ്റലി എംപവേർഡ് സൊസൈറ്റി ആൻഡ് നോളജ് എക്കണോമി. അതായത് നമ്മളെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യനെ തന്നെ ഡിജിറ്റലി ആയിട്ട് മാറ്റുക, നമ്മുടെ സൊസൈറ്റിനെ ഡിജിറ്റലി ആയിട്ട് മാറ്റുക എന്ന് ആണ് മെയിനായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ഡിജിറ്റൽ ഇന്ത്യ കോൺസെപ്റ്റിൽ മെയിനായിട്ട് ലക്ഷ്യം എന്ന് പറഞ്ഞത് നമ്മുടെ സൊസൈറ്റിയെ ഡിജിറ്റൽ പരമാക്കി മാറ്റുക, എല്ലാതും ഡിജിറ്റലാക്കിയിട്ട് മാറ്റുക. It aims to ensure that every citizen has access to digital services, information and infrastructure. അതായത് ഇവിടെ എയിം ചെയ്യുന്നത് എന്താ വെച്ചാൽ എല്ലാ സിറ്റിസൺസിനും ഡിജിറ്റൽ സർവീസസ്, ഇൻഫോർമേഷൻ, ഇൻഫ്രാസ്ട്രക്ചറൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഡിജിറ്റൽ പരമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ ഡിജിറ്റൽ കോൺസെപ്റ്റ് കൊണ്ട്, ഡിജിറ്റൽ ഇന്ത്യ കോൺസെപ്റ്റ് കൊണ്ട് മെയിനായിട്ട് ലക്ഷ്യം വെക്കുന്നത്. ഇനി ഡിജിറ്റൽ ഇന്ത്യൻ്റെ ഒബ്ജക്റ്റീവ്സുകൾ എന്തൊക്കെയാണ് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിജിറ്റൽ ഇന്ത്യ. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, അതൊന്ന് കറക്റ്റ് ചെയ്യണം. ഓക്കെ, അതിൽ ഫസ്റ്റ് പ്രൊവൈഡ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ കോർ യൂട്ടിലിറ്റി ടു എവറി സിറ്റിസൺ. അതായത് എല്ലാ സിറ്റിസൺസിനും എന്തായിരിക്കുക, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ എന്താണ്, ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ഫോർ ഓൾ വില്ലേജ്. എല്ലാ വില്ലേജസിലും ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഡിജിറ്റൽ ഐഡൻറ്റിറ്റി, അതായത് ആധാർ കാർഡുകളും മറ്റും എല്ലാ ഐഡൻറ്റിറ്റി കാർഡുകളൊക്കെ ആയാലും എന്താണ് ഡിജിറ്റൽ പരമായിട്ട് മാറ്റുക. പിന്നെന്താണ്, മൊബൈൽ ആൻഡ് ബാങ്ക് അക്കൗണ്ട് ഫോർ എവറി സിറ്റിസൺ. എല്ലാ സിറ്റിസൺസിനും മൊബൈലും ബാങ്ക് അക്കൗണ്ടും പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താണ്, അങ്ങനെയൊക്കെയാണ് എന്താണ് ആ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാ സിറ്റിസൺസിനും പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് പോയിൻ്റാണ് ഗവേൺസ് ആൻഡ് സർവീസ് ഓൺ ഡിമാൻഡ്. അതായത് എല്ലാ ഗവൺമെൻറ് സർവീസുകളും ഓൺലൈനിൽ അവൈലബിൾ ആക്കുക. എന്തായാലും നമുക്ക് ഗവൺമെൻറ് പരമായിട്ടുള്ള എന്ത് കാര്യങ്ങളായാലും അത് ഓൺലൈനിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നമുക്ക് തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കി പറ്റും ഓൺലൈൻ ഗവൺമെൻറ് സർവീസുകളൊക്കെ. പിന്നെ എന്താണ്, സിംപ്ലിഫൈ ആക്സസ് ത്രൂ ഇ ഗവേണൻസ്. അതായത് ഇ ഗവേണൻസ് മെക്കാനിസം സിംപ്ലിഫൈ മെത്തേഡിലാക്കുക. അതായത് ഈ ഹോസ്പിറ്റൽ, ഈ ഓഫീസ്, ഡിജി ലോക്കറൊക്കെ പോലെയുള്ളവ എന്തായിരിക്കും മാറ്റുക, സിംപ്ലിഫൈ ചെയ്യുക. പ്രൊമോട്ട് ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ പ്രൊമോട്ട് ചെയ്യുക. പിന്നെ എന്താണ്, ഡിജിറ്റൽ എംപവർമെൻറ്റ് ഓഫ് സിറ്റിസൺ. അതായത് ഒരു സിറ്റിസൺസിൻ്റെ ഡിജിറ്റൽ എംപവർമെൻറ്റ്, സിറ്റിസൺ, അതായത് എല്ലാ സിറ്റിസൺസും ഡിജിറ്റൽ എംപവർമെൻറ്റ്
പ്രൊവൈഡ് ചെയ്യുക. അതായത് പ്രൊമോട്ട് ഡിജിറ്റൽ ലിറ്ററസി, അതായത് ഡിജിറ്റൽ പരമായിട്ടുള്ള എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ അവർക്കുള്ള അവയർനെസ് ഒക്കെ എന്തായിരിക്കുക പ്രൊവൈഡ് ചെയ്യുക. അതായത് ഡിജിറ്റൽ പരമായിട്ടുള്ള ഇതെന്താണ് അവൈലബിലിറ്റി ഓഫ് കണ്ടന്റ് ഇൻ ഇന്ത്യൻ ലാംഗ്വേജ്. അതായത് അത് ശരിക്കും നമുക്ക് മനസ്സിലാവണം, അതല്ലാതെ സിറ്റിസൺസിന് മനസ്സിലാവുന്ന രീതിയിൽ എന്തായിരിക്കുക അതിൻ്റെ അവൈലബിലിറ്റി ലഭ്യമാണെന്ന് നോക്കുക. പിന്നെ എൻകറേജ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ എൻകറേജ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇനി ഡിജിറ്റൽ ഇന്ത്യയുടെ കീ കമ്പോണൻസുകൾ എന്തൊക്കെയാണെന്ന് പറയാം. അതായത് ഫസ്റ്റ് വൺ ബ്രോഡ്ബാൻഡ് ഹൈവേസ്. ബ്രോഡ്ബാൻഡ് ഹൈവേ വരുത്തുന്നത്, അതായത് ഇവിടെ ബ്രോഡ്ബാൻഡ് ഹൈവേ വഴി എന്തായിരിക്കും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനും, അതായത് റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലൊക്കെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കാൻ ഈ ബ്രോഡ്ബാൻഡ് ഹൈവേ വഴി കഴിയും. പിന്നെന്താണ് യൂണിവേഴ്സൽ ആക്സസ് ടു മൊബൈൽ കണക്ടിവിറ്റിക്ക് അല്ലേ യൂണിവേഴ്സലി ആക്സസ് അതായത് എല്ലാവർക്കും, അതായത് മൊബൈൽ നെറ്റ്വർക്ക് എല്ലാവർക്കും എത്താത്ത ഏരിയകളിലൊക്കെ മൊബൈൽ നെറ്റ്വർക്ക് എത്തുക. ഓക്കെ, പിന്നെ ഉള്ളതാണ് പബ്ലിക് ഇൻ്റർനെറ്റ് ആക്സസ് പ്രോഗ്രാം. അതായത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഗവേൺസിൻ്റെ അത് സിംപ്ലിഫൈ ഗവൺമെൻറ് പ്രോസസ് യൂസിങ് ടെക്നോളജി, അതായത് എല്ലാ പ്രോസസ്സുകളും ഗവൺമെൻറ്റിൻ്റെ എല്ലാ പ്രോസസ്സുകളും എന്തായിരിക്കുക ഈ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നടപ്പിൽ വരുത്തുക. ഈ ക്രാന്തി കേട്ടിട്ടുണ്ടോ? അതായത് ഇലക്ട്രോണിക് എല്ലാ സർവീസുകളും ഇലക്ട്രോണിക് ഡെലിവറി വഴി നടപ്പിലാക്കുക. പ്രൊവൈഡ്, അതായത് ഹെൽത്ത് ആയാലും എഡ്യൂക്കേഷനൊക്കെ എന്തായിരിക്കുക ഹെൽത്തായാലും എഡ്യൂക്കേഷൻ ആയാലൊക്കെ നമ്മൾ ആ സർവീസുകളൊക്കെ ഇലക്ട്രോണിക് പരമായിട്ട് മാറ്റുക. പിന്നെ ഇൻഫർമേഷൻ ഫോർ ഓൾ, എല്ലാവർക്കും ഇൻഫർമേഷന് പ്രൊവൈഡ് ചെയ്യുക, അതായത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് എന്താണ് ഡിജിറ്റൽ ഇന്ത്യയുടെ കീ കമ്പോണൻ്റ് പറയുന്നത്. പിന്നെ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്, പ്രൊമോട്ട് മേക്ക് ഇൻ ഇന്ത്യ ബൈ ഇൻക്രീസിങ് ഇലക്ട്രോണിക് പ്രോഡക്റ്റ് മാനുഫാക്ചറിങ്. അതായത് ഈ ഇലക്ട്രിക് മാനുഫാക്ചറിങ് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലുടനീളം തന്നെ എല്ലാ ഇലക്ട്രോണിക് പ്രൊഡക്റ്റും ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ എന്താണ് ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോ ഓർഡറുകളും കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് അത് നമ്മളെ കമ്പ്യൂട്ടർ വഴി അതിന് എല്ലാവർക്കും എന്തായിരിക്കുക മാനുഫാക്ചറിങ് ഇലക്ട്രോണിക് വഴി ആക്കി മാറ്റുക. പിന്നെ IT ഫോർ ജോബ്സ്, അതായത് ഇതുവഴി എന്തായിരിക്കും ഈ ഡിജിറ്റൽ ഇന്ത്യ വഴി കുറേ ആൾക്കാർക്ക് ജോബുകൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. കാരണം അധികം ആൾക്കാർക്കും എന്താണ് വേണ്ടത് പെട്ടെന്ന് ജോലിയാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ സ്കിൽസ് എടുത്തിട്ട് പഠിച്ചാൽ കുറേ കമ്പനികൾ വളർന്നുകൊണ്ട് നിൽക്കണമല്ലോ അല്ലേ. അപ്പം അതിലേക്കൊക്കെ നമുക്ക് ജോബ്സുകൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് നമുക്ക് അതിൽ നോളജ് ഉണ്ടെങ്കിൽ നമുക്കും അതിൽ ജോബ് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഏർലി ഹാർവസ്റ്റ് പ്രോഗ്രാം, ഇംപ്ലിമെൻറ്റ് ക്വിക്ക് ഇമ്പാക്ട് പ്രൊജക്ട് ലൈക്ക് ബയോമെട്രിക് അറ്റൻഡൻസ് ആൻഡ് വൈഫൈ ഇൻ യൂണിവേഴ്സിറ്റി. അപ്പോൾ എന്താണ് നമ്മുടെ ഏർലി അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കോളേജിലായാലും ഓഫീസിലൊക്കെ ആണെങ്കിലും നമുക്ക് അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ള സംഭവമുണ്ട്. പക്ഷേ ഇപ്പം നിലവിൽ വന്നത് അതും അക്ഷരങ്ങളും ഓൺലൈൻ വഴിയാണ് നടത്തുന്നത് അല്ലേ.
ഏത് ഇതും അതായത് ബയോമെട്രിക് സംവിധാനം ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ടാവും തമ്പ് വെച്ചിട്ട് അതായത് പഞ്ചിങ് ഒക്കെ പോലെ അല്ലേ. അപ്പം എന്താണ് ഇതൊക്കെയാണ് എന്ത് ഡിജിറ്റൽ ഇന്ത്യയുടെ കീ കമ്പോണൻറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ഡിജിറ്റൽ ഇന്ത്യയുടെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് ഈസി ഈസി ആക്സസ് ഈസി ആക്സസ് ടു ഗവൺമെൻറ് സർവീസസുകൾ പെട്ടെന്നാക്കാൻ കഴിയും. അധികം ആൾക്കാർ പറയും ഗവൺമെൻറ് ഓഫീസിലേക്ക് അല്ലേ അന്ന ടൈം തിരക്കുണ്ട്, അത് കഴിഞ്ഞിട്ട് പോവാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള. അതേപോലെ അതെന്താണ് നമുക്ക് ഗവൺമെൻറ് സർവീസുകൾ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് ഓൺലൈൻ വഴി തന്നെ ആയിരിക്കുമ്പോൾ നമ്മൾ വരി നിൽക്കുക ഒന്നിൻ്റെ ആവശ്യമില്ല. പിന്നെ റെഡ്യൂസ് കറപ്ഷൻ ആൻഡ് ഇംപ്രൂവ്ഡ് ട്രാൻസ്പെറൻസി, അതായത് അതിൽ കറക്ഷൻ വരുത്താനും അതായത് കറക്ഷൻ വരുത്താനുള്ള സാധ്യതയൊക്കെ കുറവായിരിക്കും, റെഡ്യൂസ് ആയിരിക്കും. ഓക്കെ, കാരണം വെച്ചാൽ അതിൽ ഓരോ പാർട്ടും ഇപ്പോൾ നമ്മളൊരു ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഓരോ പാർട്ടും വെരിഫൈ ചെയ്തിട്ടാണ് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് ആണ് ഗ്രോത്ത് ഓഫ് ഇ ഗവേൺസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ. ഇവിടെ പറയണത് എന്നാൽ ഇ കൊമേഴ്സുകളുടെ ഗ്രോത്തിനാണ്. പിന്നെന്താണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ, അതായത് ഓൺലൈൻ എഡ്യൂക്കേഷനും ഇപ്പോൾ കൂടിയിട്ടുണ്ട് അല്ലേ നമ്മൾ. പിന്നെ അതേപോലെ ഇ കൊമേഴ്സുകളും എന്താണ് കൂടിയിട്ട് ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പം എന്താണ് നമ്മളെ കുറേ നമ്മളെ ഇതെന്തായിരിക്കും മാറ്റുക, നമ്മളെ എഡ്യൂക്കേഷൻ ഒക്കെ എന്തായിട്ട് മാറ്റാം, ഓൺലൈൻ വഴി ആക്കിയിട്ട് മാറ്റാം. ഓക്കെ, പിന്നെ ജോബ് ക്രിയേഷൻ ഇൻ ദ IT ആൻഡ് ഇലക്ട്രോണിക് സെക്ടറിലുള്ള IT മേഖലയിലൊക്കെ എന്ത് ചെയ്യും, ജോബ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ എന്താണ് എംപവർമെൻറ്റ് ഓഫ് സിറ്റിസൺസ് എക്സ്പെഷ്യലി ഇൻ റൂറൽ ഏരിയ, അതായത് റൂറൽ ഏരിയയിലുണ്ടാവുന്ന സിറ്റിസൺസിനൊക്കെ ഉണ്ടല്ലോ, അവരുടെ എംപവർമെൻറ്റ് അവരെന്തായിരിക്കും റൂറൽ ഏരിയകളിൽ നമ്മൾ ഈ ടെക്നോളജി എത്തുന്നത് സഹായിക്കും. ഓക്കെ, കാരണം അവർക്ക് പഠിക്കാനോ ഓതാനോ ഒന്നും വേറെ സ്രോതസ്സുകൾ ഇല്ല. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഡിജിറ്റൽ ഇന്ത്യ കൊണ്ടുള്ള ചലഞ്ച് എന്തൊക്കെയാണ് ചലഞ്ച്, അതായത് ലാക്ക് ഓഫ് ഡിജിറ്റൽ ലിറ്ററസി ഇൻ റൂറൽ ഏരിയകളുടെ എന്താണ് ഡിജിറ്റൽ ലിറ്ററസി നഷ്ടപ്പെടും. കാരണം വെച്ചാൽ റൂറൽ ഏരിയകളിലുള്ള ഡിജിറ്റൽ ലിറ്ററസി ശരിക്കും കുറവായിരിക്കും അല്ലേ. അപ്പോൾ അവരിലേക്ക് ഈ മെത്തേഡ് എത്തിക്കാനും വേണ്ടിയിട്ട് നമുക്ക് കുറേ റിസ്കുകൾ ഏറ്റെടുക്കേണ്ടി വരും. പിന്നെ പുവർ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇൻ റിമോട്ട് റീജിയനിൽ അധികവും എന്താണ് പുവർ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ആയിരിക്കും. കാരണം വെച്ചാൽ എവിടെയും നമ്മളെ ഈ റിമോട്ട് അതായത് ഈ റൂറൽ ഏരിയകളിലൊക്കെ എന്താണ് ആ റീജിയനിലൊക്കെ നെറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. ഓക്കെ, അപ്പം അങ്ങനെ ആകുമ്പോഴത് ഒരു എക്സ്പെൻസായിട്ട് മാറും. പിന്നെ എന്താണ് സൈബർ സെക്യൂരിറ്റി ആൻഡ് ഡാറ്റ പ്രൈവസി ഇഷ്യൂസ്.
ഉം, അവിടെ എന്താണ് സൈബർ സെക്യൂരിറ്റി, അത് ഡാറ്റ പ്രൈവസി ഇഷ്യൂസ് അവിടെ വരാൻ ഉള്ള സാധ്യത ഉണ്ട് അല്ലേ. പ്രൈവസി അവിടെ നഷ്ടപ്പെടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. പ്രൈവസി എത്രത്തോളം വിജയകരമാവുമെന്ന് അറിയില്ല. കാരണം എല്ലാവരും എല്ലാ ലിങ്കിലൊക്കെ കയറി കാണെങ്കിൽ അത് വേറെ വേറെ സൈറ്റുകളിലേക്കൊക്കെ പോകും. അപ്പോൾ എന്താണ് അവിടെ ഒപ്പം നമ്മളെ പ്രൈവസി അവിടെ നഷ്ടപ്പെടും. അങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഇവിടെ നമ്മൾ ഇന്ത്യയിൽ ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവ്സ്, അതായത് ഈ ഗവൺമെൻറ് ടേക്കൺ ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ ഡിജിറ്റൽ ഇന്ത്യ ക്യാമ്പയിൻ വഴി ഡിജിറ്റൽ ഇത് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഫസ്റ്റ് വണ്ണാണ് ഡിജി ലോക്കർ. അതിൽ പറഞ്ഞാൽ സെക്യൂർ ഓൺലൈൻ സ്റ്റോറേജ് പ്ലാറ്റ്ഫോം ഫോർ ഡോക്യുമെൻറ്റ് ലൈക്ക് ആധാർ, പാൻ, മാർക്ക് ഷീറ്റ് ആൻഡ് ഡ്രൈവിംഗ് ലൈസൻസ്. അതായത് സെക്യൂർ ആയിട്ട് നമുക്ക് എന്തായിരിക്കും ഡോക്യുമെൻ്റ് സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡിജി ലോക്കർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് റെഡ്യൂസ് ദ നീഡ് ഫോർ ഫിസിക്കൽ ഡോക്യുമെൻ്റ്. ഫിസിക്കൽ ഡോക്യുമെൻ്റ് അവിടെ റെഡ്യൂസ് ചെയ്യും. ഓക്കെ. ഇനി ഈ ഹോസ്പിറ്റൽ എന്താ പറയുന്നത് വെച്ചാൽ ഇനാബിൾ സിറ്റിസൺസ് ടു ബുക്ക് അപ്പോയിൻമെൻറ്റ്സ്. അതായത് അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സിറ്റിസൺസിനെ ഇനാബിൾ ചെയ്യും. വ്യൂ ലാബ് റിപ്പോർട്ട്സ് അതായത് ഈ ഹോസ്പിറ്റലിൽ, കാരണം വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റൽ പരമായിട്ട് എന്ത് ആണെങ്കിലും എന്താണ് നമ്മൾ ഈ ബുക്ക് സപ്പോർട്ട്, ഈ റിപ്പോർട്ടുകളൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യണത്. അത് ലാബ് റിപ്പോർട്ടുകളായാലും മെഡിക്കൽ റെക്കോർഡൊക്കെ എന്താണ് ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് നടപ്പിലാക്കുന്നത്. ഓക്കെ. പിന്നെന്താണ് ഹെൽത്ത് കെയർ ശരിക്കും നോക്കേണ്ട കാര്യം. അപ്പോൾ അതാണ് നമ്മളെ ഹെൽത്ത് കെയർ ആക്സസിബിലിറ്റി എന്തായിരിക്കും ഇംപ്രൂവ് ചെയ്യാനും വേണ്ടി സഹായിക്കും. ഓക്കെ. ഇനി അതിൽ വരുന്ന വേറൊന്നാണ് BHIM, ഭാരത് ഇൻ്റർഫേസ് ഓഫ് മണി എന്ന് പറയുക. അതായത് ഒരു ടൈപ്പ് മൊബൈൽ പേയ്മെൻ്റ് ആണ്. മൊബൈൽ പേയ്മെൻറ്റ് ആപ്പ് യൂസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് നടത്തുക. അതാണ് UPI. നമ്മൾ GPay ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ UPI ID ഒക്കെ ചോദിക്കും. അതായത് യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ആണ് UPI എന്ന് പറയുന്നത്. ഇന്ന് മൊബൈൽ പേയ്മെൻറ്റ് ആപ്പ്, അതായത് ഫോൺ പേ, ഗൂഗിൾ പേ ഒക്കെ പറയുന്ന പോലെ കേട്ടോ. പ്രൊമോട്ട് ക്യാഷ്ലെസ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ, അതായത് ക്യാഷ്ലെസ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാം. ക്യാഷ്ലെസ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് പ്രൊമോട്ട് ചെയ്യുക ഒക്കെയാണ് എന്താണ് BHMI ചെയ്യുന്നത്. ഇനി ഭാരത് നെറ്റ്, അതായത് ഭാരത് നെറ്റിന് മെയിനായിട്ടുള്ള ലക്ഷ്യം എയിം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താണ് ഹൈ സ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ടു ഓൾ വില്ലേജസ് ഇന്ത്യ. അതായത് ഇന്ത്യയിലെ എല്ലാ വില്ലേജസിലെയും ഹൈ സ്പീഡ് പ്രൊവൈഡ് ചെയ്യുക, ഹൈ സ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താണ് ഹെൽപ്പ് ബ്രിഡ്ജ് ദ ഡിജിറ്റൽ ഡിവൈഡ് ബിറ്റ്വീൻ റൂറൽ ആൻഡ് അർബൻ ഏരിയ. അർബൻ ഏരിയയിൽ എന്താണ് ബ്രിഡ്ജായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ് മെത്തേഡുകൾ എന്താണ്? ഡിജിറ്റൽ പേയ്മെൻറ്റ് മെത്തേഡ് ഈസ് വേ ഓഫ് മേക്കിംഗ് ഓർ റിസീവിങ് പേയ്മെൻറ്റ് ഇലക്ട്രോണിക്. അതിൽ നമ്മളെ ട്രാൻസാക്ഷൻസ് ഇലക്ട്രോണിക്കിലാക്കാൻ വേണ്ടി വിത്തൗട്ട് യൂസിങ് ഫിസിക്കൽ ക്യാഷ്, ഒരു ചെക്കുകളോ ക്യാഷോ ഒന്നുമില്ലാതെ തന്നെ അവിടെ ഡയറക്റ്റ് ഓൺലൈൻ വഴി നടത്താം. ഓക്കെ. പിന്നെന്താണ് ഇറ്റ് അലോ മണി ടു ബി ട്രാൻസ്ഫർ ത്രൂ എ ഡിജിറ്റൽ ഡിവൈസ് ലൈക്ക് മൊബൈൽ ഫോൺ
computers or payment cards using the internet or electronic network. അതായത് ഇവിടെ ഡിജിറ്റൽ ഡിവൈസുകൾ മണി ട്രാൻസ്ഫർ നടത്തുന്നത് എങ്ങനെയൊക്കെയാണ്? മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടോ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടോ ഒക്കെ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ യു പി ഐ പറഞ്ഞു. അതായത് യു പി ഐയിൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു റിയൽ ടൈം പേയ്മെൻറ്റ് സിസ്റ്റമാണ്. അതായത് എൻ പി സി എൽ ഇതാക്കണ അതാണ് യു പി ഐ പറഞ്ഞത്. അത് ഇവിടെ എന്താണ്, യൂസേഴ്സ് ടു ഇൻസ്റ്റൻ്റ്ലി ആയിട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനും ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് എന്താണ് ഇൻസ്റ്റൻ്റ്ലായിട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നോ നീഡ് ടു എൻ്റർ ബാങ്ക് ഡീറ്റെയിൽസ് ഓഫ് ഈച്ച് ടൈം. ഓരോ ടൈമിലും നമുക്ക് എന്താണ് നമ്മളെ ബാങ്ക് നെയിമുകളോ അക്കൗണ്ട് നമ്പറുകളോ ഒന്നും വേണ്ട. ആദ്യം തന്നെ നമ്മളതത് ചാലുവാക്കി ഇട്ടാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വേറൊരു അക്കൗണ്ടിലേക്ക് ക്യാഷ് മാറ്റാനായിട്ട് കഴിയും. അതിന് എക്സാമ്പിൾസാണ് PHIM, ഗൂഗിൾ പേ, ഫോൺ പേ ഓർ പേടിഎം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇറ്റ് വർക്ക്സ് 24 hours. അതായത് 24 hours വർക്ക് ചെയ്യുന്നതാണ് വർക്ക് ചെയ്യുന്ന പേയ്മെൻറ്റ് മെത്തേഡാണ് യു പി ഐ എന്ന് പറയുന്നത്. പിന്നെ മൊബൈൽ വാലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊബൈൽ വാലറ്റ് ഈസ് ആൻ ആപ്പ് ദാറ്റ് ലെറ്റ്സ് യൂസേഴ്സ് ടു സ്റ്റോർ മണി ഡിജിറ്റലി ആൻഡ് മേക്ക് പേയ്മെൻറ്റ് ഈസിലി. അതായത് ഡിജിറ്റലി ആയിട്ട് മണി സ്റ്റോർ ചെയ്യുന്നതിനെയാണ് മൊബൈൽ വാലറ്റുകൾ എന്ന് പറയുന്നത്. അതൊക്കെ പേയ്മെൻറ്റ് എന്തായിരിക്കും, ഈസി ആയിട്ട് നടക്കാനും കഴിയും. യു ക്യാൻ ആഡ് മണി ടു യുവർ വാലറ്റ് ഫ്രം യുവർ ബാങ്ക് അക്കൗണ്ട്. അതായത് നമ്മൾ എന്താണ് പൈസകൾ നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാവും അല്ലേ. അതെന്താണ് റീചാർജിന്, ഷോപ്പിങ്ങിന്, ബിൽ പേയ്മെൻറ്റ്, ടിക്കറ്റ് ബുക്കിങ്ങിനൊക്കെ നമ്മൾ അത് യൂസ് ചെയ്യും. അതായത് നമ്മളെ കയ്യിൽ ഒരു ഡിജിറ്റലായിട്ടുള്ളൊരു വാലറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു കേട്ടോ. കോമൺ എക്സാമ്പിൾസ് മൊബൈൽ വാലറ്റിന് കോമൺ എക്സാമ്പിൾസാണ് പേടിഎം വാലറ്റ്, ആമസോൺ പേ, മൊബിവിക് ആൻഡ് ഫ്രീ ചാർജ്. അതൊക്കെ എന്താണ് മൊബൈൽ വാലറ്റിന് എക്സാമ്പിൾസുകളാണ്. പിന്നെ ഡെബിറ്റ് കാർഡ് അല്ല നമ്മളെ ബാങ്ക് അക്കൗണ്ടായിട്ട് ഡയറക്റ്റായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള കാർഡാണ് ഡെബിറ്റ് കാർഡ് എന്ന്. നമ്മളത് നമ്മളെ അക്കൗണ്ട് ബാലൻസിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ATM വിഡ്രോസ്, ഓൺലൈൻ പർച്ചേസ് ആൻഡ് ഇൻ സ്റ്റോർ പേയ്മെൻറ്റ്സ്. അതായത് ATMൽ എന്താണ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ATM വിഡ്രോൾസ്, ക്യാഷ് വിഡ്രോ ചെയ്യാനും പിന്നെ ഓൺലൈൻ പർച്ചേസിനും പിന്നെന്താണ് സ്റ്റോർ പേയ്മെൻറ്റിനൊക്കെ എന്താണ് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യും. പിന്നെ കോമൺ ടൈപ്പ് ഡെബിറ്റ് കാർഡുകളാണ് വിസ, മാസ്റ്റർ കാർഡ് ആൻഡ് റൂപേ ഡെബിറ്റ് കാർഡ്. അതൊക്കെയാണ് എന്ത് കോമൺ ടൈപ്പായിട്ടുള്ള ഡെബിറ്റ് കാർഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്രെഡിറ്റ് കാർഡ് എന്നാൽ ക്രെഡിറ്റ് കാർഡ് allows users to borrow money from the bank to make payment and repay it later. അതായത് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ വേറെ ഇതൊന്നും ഇല്ലാതെ നമ്മൾ ബോറോ ചെയ്യുന്നതിനെയാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അതായത് പിന്നെ അത് നമ്മൾ ലേറ്ററായിട്ട് റീപേ ചെയ്ത് കൊടുത്താൽ മതി. ദേ ആർ വൈഡ്ലി യൂസ്ഡ് ഫോർ ഓൺലൈൻ ഷോപ്പിംഗ്, ബിൽ പേയ്മെൻറ്റ് ആൻഡ് ട്രാവൽ ബുക്കിംഗ്. അതായത് ഇവിടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് നടത്താൻ പറ്റും, ബിൽ പേയ്മെൻറ്റുകൾ നടത്താൻ പറ്റും, ആൻഡ് ട്രാവൽ ബുക്കിങ്സ്.
അതായത് നമുക്ക് എവിടേക്ക് യാത്രകൾ ചെയ്യണമെങ്കിലൊക്കെ ബുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ. പോപ്പുലർ ക്രെഡിറ്റ് കാർഡ് അതായത് നമ്മളത് പേയ്മെൻറ്റ് പിന്നെ അടച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ബോറോ ചെയ്താലും നമ്മൾ സാധാരണ കാർഡ് എടുക്കുന്ന പോലെ തന്നെ നമ്മളത്ര എമൗണ്ട് അല്ലാതെ ജസ്റ്റ് അയാളൊരു ട്രസ്റ്റിൻ്റെ രീതിയിൽ അല്ലേ നമുക്ക് തരാണ് ക്രെഡിറ്റ് കാർഡുകൾ. അപ്പോൾ നമ്മൾ എന്തായിരിക്കും അവിടെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ പിന്നെ അത് പേയ്മെൻറ്റ് തിരിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇൻ്റർനെറ്റ് ബാങ്കിങ് അഥവാ നെറ്റ് ബാങ്കിങ്. ഇൻ്റർനെറ്റ് ബാങ്കിങ് നമുക്ക് അലോ ചെയ്യുന്നത് ആക്സസ് ദെയർ ബാങ്ക് അക്കൗണ്ട് ഓൺലൈൻ വഴി കസ്റ്റമർക്ക് എന്ത് ചെയ്യുക ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ് അലോ ചെയ്യുന്നത്. യൂസേഴ്സ് ക്യാൻ ട്രാൻസ്ഫർ ഫണ്ട്, ചെക്ക് ബാലൻസ്, pay bills and manage account through the bank's website or mobile app. അതായത് നമുക്ക് ചെക്ക് ബാലൻസ്, ബില്ലുകൾ പേ ചെയ്യാൻ, പിന്നെന്താണ് പിന്നെ ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ നമ്മൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് അഥവാ നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്ത് കാര്യം നമ്മൾ അവിടെ പോയിട്ട് ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല അത് വരും. അതായത് നെറ്റ് ബാങ്കിങ് വഴി. ഓക്കെ. ഇറ്റ് ഇൻക്ലൂഡ് സർവീസ് ലൈക്ക് അതിൽ ഇവിടെ നെഫ്റ്റ് നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, പിന്നെ RTGS റിയൽ ടൈം ഗ്രോസ് റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റും പിന്നെ IMPS ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസൊക്കെ എന്താണ് ഈ നെറ്റ് ബാങ്കിങ്ങിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സർവീസുകൾ നമുക്ക് നെറ്റ് ബാങ്കിങ് വഴി എന്തായിട്ടുണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ വരുന്നതാണ് AEPS ആധാർ ഇനാബിൾ പേയ്മെൻറ്റ് സിസ്റ്റം. അതായത് AEPS allow people to carry out basic banking transaction using their ആധാർ നമ്പർ ആൻഡ് ഫിംഗർ പ്രിൻറ്റോ ആധാർ കാർഡോ യൂസ് ചെയ്തിട്ട് ബാങ്കിങ് ട്രാൻസാക്ഷൻ നടത്തുന്നതിനെയാണ് AEPS എന്ന് പറയുന്നത്. ഇവിടെ എന്താ നല്ല റൂറൽ ഏരിയകളിലൊക്കെ ഇറ്റ് ഈസ് എസ്പെഷ്യലി യൂസ്ഫുൾ ഇൻ റൂറൽ ഏരിയകളിലൊക്കെ അത് പ്രാവർത്തികമായിട്ടുണ്ട്. കാരണം വെച്ചാൽ ബാങ്ക് ബ്രാഞ്ചസ് ATM ഒക്കെ അവൈലബിൾ അല്ലാത്തടത്താണ് ഈ AEPS സിസ്റ്റം കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ത്രൂ AEPS യൂസർ ക്യാൻ വിഡ്രോ ക്യാഷ്, ചെക്ക് ബാലൻസ് ആൻഡ് ട്രാൻസ്ഫർ മണി യൂസിങ് മൈക്രോ ATM. അതായത് മൈക്രോ ATM വഴിയാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത് ക്യാഷ് വിഡ്രോ ചെയ്യുന്നതും ബാലൻസ് ചെക്കിങ് അങ്ങനെയൊക്കെ പോസിബിലിറ്റി. ഈ QR കോഡ് പേയ്മെൻറ്റ് എങ്ങനെയാണ്? പേയ്മെൻറ്റ് ആർ മെയ്ഡ് ബൈ സ്കാനിങ് എ കോഡ് ഡിസ്പ്ലേഡ് ബൈ ദ മെർച്ചൻറ്റ് യൂസിങ് പേയ്മെൻറ്റ് ആപ്പ്. പിന്നെ QR കോഡ് പേയ്മെൻറ്റ് ഉണ്ട്. അത് നമുക്കറിയാം. QR നമ്മൾ കടകളിലൊക്കെ സാധനം സ്കാനർ വെച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് QR കോഡ് പേയ്മെൻറ്റ് ആർ മെയ്ഡ് ബൈ സ്കാനിങ് എ കോഡ് ഡിസ്പ്ലേ ബൈ ദ മെർച്ചൻറ്റ് യൂസിങ് മൊബൈൽ പേ. അധികം നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് QR കോഡ് പേയ്മെൻറ്റ്. Once scanned, the app automatically fills in the payment details and the user confirm the amount. അതായത് ഓട്ടോമാറ്റിക്കലായിട്ട് അത് ആപ്പ് ഫില്ല് ചെയ്യും പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്. അപ്പം നമ്മൾ പിന്നെ അത് ടൈപ്പ് ചെയ്യണം. അതായത് നമ്മൾ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമുക്കത് നമുക്ക് എമൗണ്ട് എത്രയെന്നുള്ളത് അതിൽ വരാതെ ആ പേയ്മെൻറ്റ് ജസ്റ്റ് നമ്മൾ സ്കാൻ ചെയ്യേണ്ട ആവശ്യമായിട്ട് അവിടെ വരുന്നു. പിന്നെ നമ്മൾ എമൗണ്ടോ കാര്യങ്ങളോ നമ്മൾ അടിക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ. അതായത് പേടിഎം, ഗൂഗിൾ പേ, QR കോഡ്, ഭാരത് QR ഒക്കെ എന്താണ് ഈ QR കോഡ് പേയ്മെൻറ്റിന് എക്സാമ്പിൾസ് ആണ്. ഇനി കോണ്ടാക്ട്ലെസ് പേയ്മെൻറ്റ് അതായത് NFC. കോണ്ടാക്ട് പേയ്മെൻറ്റ് NFC നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ് NFC കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
and നമുക്ക് കോൺടാക്ട് ദ യൂസർ സിംപ്ലി ടാപ്പ് കാർഡ് ഓർ സ്മാർട്ട് ഫോൺ നിയർ ദ POS മെഷീൻ ടു മേക്ക് പേയ്മെൻറ്റ്. അതായത് ജസ്റ്റ് ഒന്ന് നമുക്ക് ആ കാർഡോ കാര്യങ്ങളോ ഒന്ന് ടാപ്പ് ചെയ്താൽ എന്തായി നമ്മളെ പേയ്മെൻറ്റ് നടത്തി. നോ പിന്നിൻ്റെയോ സ്വൈപ്പിൻ്റെയോ ഒരു ആവശ്യമോ ഇല്ല. അതായത് സ്മോൾ എമൗണ്ടുകളാണ് അധികം ചെയ്യുക. പിന്നെ നമ്മൾ മറ്റേ വലിയ എമൗണ്ടൊക്കെ ആകുമ്പോൾ അതൊരു റിസ്ക് ആയിട്ട് മാറിയിട്ട് വരും. എക്സാമ്പിൾ ഇൻക്ലൂഡ് ടാപ്പ് ആൻഡ് പേ ഓർ ക്രെഡിറ്റ് കാർഡ് ആൻഡ് മൊബൈൽ വാലറ്റ്. മൊബൈൽ ലൈക്ക് ആപ്പിൾ പേ ഓർ സാംസങ് പേ. അതായത് ഇവിടെ എന്താണ് ആദ്യം ഒന്ന് ക്രെഡിറ്റ് കാർഡ് ഒന്ന് ടാപ്പ് ചെയ്താൽ എമൗണ്ട് ആയി. ഇനി പ്രീപെയ്ഡ് ഓർ ഗിഫ്റ്റ് കാർഡ്, അതായത് നമ്മൾ ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രീപെയ്ഡ് അല്ലെങ്കിൽ ഗിഫ്റ്റ് കാർഡുകൾ എന്ന് പറയുന്നത് അല്ലേ. ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി നമുക്കുണ്ടാവും. ഇത്ര എമൗണ്ട് മണി ഉണ്ട്, അത് നമ്മൾ എന്തായിരിക്കും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ദേ ക്യാൻ ബി യൂസ്ഡ് അണ്ടിൽ ബാലൻസ് ഇസ് യൂസ്ഡ്. അപ്പം അതായത് അതിൻ്റെ ബാലൻസ് തീരുന്നത് വരെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ദേ ആർ കൺവീനിയൻറ്റ് ഫോർ ഗിഫ്റ്റിംഗ് ആൻഡ് ലിമിറ്റഡ് യൂസ് സ്പെൻഡിങ്. എക്സാമ്പിൾ ആമസോൺ ഗിഫ്റ്റ് കാർഡ് ആൻഡ് ബാങ്ക് ഇഷ്യൂഡ് പ്രീപെയ്ഡ് കാർഡ്. ചിലപ്പം ഓരോ അവരുടെ ഇതിനനുസരിച്ചിട്ട് ബാങ്കിൻ്റെ ഇതിനനുസരിച്ച് നമുക്കൊരു ഇൻക്രിമെൻറ്റ് കാർഡുകളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ എത്ര എമൗണ്ട് അവർ നിശ്ചയിച്ചിരിക്കും, ആ എമൗണ്ടിൽ നമ്മൾ ഷോപ്പ് ചെയ്യുകയോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്.